സതീശന് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇത്തിരി കുറവാണ്, കുറച്ച് റിജിഡാണ്, സ്റ്റിഫാണ്. പക്ഷെ ഗൗരവക്കാരനായ ഒരു നേതാവാണ്. അങ്ങനത്തെ ഒരാൾ ഈ പാർട്ടിയിലില്ല. കാര്യപ്രാപ്തിയുള്ളതാണ്. ഈ സതീശനിസം ഇന്നത്തെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള പ്രവാസം പോലെ ഒരു വാക്ക് ഇപ്പോൾ കേൾക്കുന്നതാണ് സതീശനിസം. പക്ഷെ എന്നാൽ പോലും പുള്ളിയുടെ ഒരു രീതി പൊതുവെ വിട്ടുവീഴ്ചയില്ലാത്ത ആൾ എന്നുള്ളത് തന്നെ. കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യ താല്പര്യത്തെക്കാൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവേണ്ട ആവശ്യം. കോൺഗ്രസിന്റെ ആൾക്കാരെ കോൺഗ്രസ് തീരുമാനിക്കും എന്ന് അവർ തീരുമാനിക്കും. കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുക്കും, ആ ലിസ്റ്റ് ചുരുട്ടിക്കൂട്ടി അവർ കൊട്ടയിലിട്ടു. കുറേ പേരെങ്കിലും പ്രതീക്ഷിച്ചത് ശശി തരൂർ ഒരു യാത്ര അവസാനിച്ച് തിരിച്ചു വരുമ്പോൾ ശശി തരൂരിൻ്റെ ഒരു BJP മാസ് എൻട്രി. അങ്ങനൊന്നും ഉണ്ടാവില്ല. ശശി തരൂർ ലോകരാഷ്ട്രങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കൃത്യമായി അവിടെയെല്ലാം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഓർമ്മ എഴുന്നേറ്റ് നിൽക്കും, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ. പക്ഷേ കോൺഗ്രസ് എടുത്ത അദ്ദേഹം പോകണ്ട എന്നെടുത്ത നിലപാട്, അതിനെ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്. സോ അതിൽ BJP ഇട്ടൊരു ഹുക്കിലേക്ക് ശശി തരൂർ പോയി കുത്തിയതുപോലെയാണ് ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുള്ളത്. എന്താണ് സത്യത്തിൽ അംഗീകാരം? അല്ല, അങ്ങനെയല്ല. അത് കോൺഗ്രസ് കുറച്ചും കൂടി ഒരു വിശാലത കാണിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ താല്പര്യം ആണ് പ്രധാനം, പാർട്ടിയുടെ താല്പര്യം, രാഹുൽ ഗാന്ധിയുടെ താല്പര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യ താല്പര്യത്തെക്കാൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസ് ആണല്ലോ ഈ രാജ്യം ഉണ്ടാക്കിയത്, സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്നാര്, ജവഹർലാൽ നെഹ്റു അല്ലേ, മഹാത്മാഗാന്ധി, പട്ടേൽ അടക്കമുള്ള ആളുകൾ. അവരുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നല്ല ചോദ്യം അല്ല അവിടെ നിന്ന് ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ്റെ എത്ര വിമാനം നമുക്ക് ഇനിയും വീഴിക്കാൻ പറ്റും എന്ന ചോദ്യമാണ്. ആ രീതിയിലുള്ള താല്പര്യമാണ് ഉണ്ട്. ഈ രാജ്യത്ത് വേറെ ഏതെങ്കിലും പാർട്ടി ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചോദിച്ചില്ല, മുസ്ലിം മജ്ലിസ് ചോദിച്ചില്ല, ഒരു ചീള് പാർട്ടിയും ചോദിച്ചില്ല. കോൺഗ്രസിൻ്റെ കൂടാരത്തിലുള്ള NCP ശിവസേനയോ ആരും ചോദിച്ചില്ല, തൃണമൂൽ കോൺഗ്രസ് വരെ ചോദിച്ചില്ല. എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കരുത്. കോൺഗ്രസ് മാത്രമാണ് ഇങ്ങനെ ആളെ വിട്ട് ഇറങ്ങി ഞങ്ങൾ പറയുന്ന ആളുകളെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ CPM നിന്ന് ബ്രിട്ടാസിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സാണ്, അല്ലാതെ MA ബേബി അല്ല. ബേബിയോട് ഇന്നാളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം ബ്രിട്ടാസിന് ഓരോ റഹീമിനെ വിട്ടാൽ മതിയാവില്ല, പറ്റില്ല. അല്ല ഞാൻ പറഞ്ഞത് റഹീമിനെ വിട്ടാൽ മതിയാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ ആളുകളും അവരുടെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ. ഉദാഹരണത്തിന് സൽമാൻ ഖുർഷീദിനെ കൊണ്ട് അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. ഈ ലോകകാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള. അതിലുപരിയായിട്ട് അദ്ദേഹം ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ മകളുടെ മകനാണ്. ഒരു പാരമ്പര്യം വളരെ പ്രധാനമല്ലേ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡീൻ കുര്യാക്കോസിനെയോ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിടാം. പക്ഷെ പോയിട്ട് പർപ്പസ് ഇറങ്ങില്ലല്ലോ. എന്താവശ്യത്തിനാണ് ഇവർ പോകുന്നത്? സ്ഥലം കാണാൻ വേണ്ടി പോകുന്നതല്ല. അപ്പോൾ അത് ഓരോരുത്തരും നന്നായിട്ട് ചെയ്തു. കനിമൊഴി അസലായിട്ട് സംസാരിക്കും. ഈവൻ നമ്മുടെ OIC അവരൊക്കെ പെർഫോമൻസ് എന്തായിരുന്നു. പിന്നെ ഇവരവിടെ പോയതുകൊണ്ട് രാജ്യത്തിന് എന്ത് മേന്മയുണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമസിക്ക് എന്ത് അങ്ങനെ അത് വേറെ ചോദ്യമാണ്. അതിന് വേണ്ടിയിട്ടല്ല. അത് നമ്മുടെ നിലപാട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ബോധ്യപ്പെടാതിരിക്കുമോ എന്നുള്ളത് അവരുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോയി? നമ്മുടെ നിലപാടെന്താണ്, അവരെന്താണ് ചെയ്തത്, നമ്മളെന്താണ് തിരിച്ച് ചെയ്തത് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. അത് പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തരൂരിനോട് ഇവർക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തൊക്കെയോ അജണ്ടകളുടെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമല്ല. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പൊളിറ്റിക്കലായിട്ട് യാതൊരു ഗുണമില്ലെന്നുള്ള ദോഷമാണ് തന്നെ. ഒരു റൈറ്റ് തിങ്കിങ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എന്താണ് ഇതുണ്ടാവുക? രാജ്യത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തരൂരിനെ അയക്കുമ്പോൾ രാഹുൽ ഗാന്ധി KC വേണുഗോപാലും കൂടി അതിനെ ഇടങ്കോലിട്ടു നിന്നിട്ടാൽ നമ്മൾ ആരുടെ ഭാഗത്തേക്ക്? രാജ്യത്തിനൊപ്പം ശശി തരൂർ അല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്ര വലിയ കോൺഗ്രസ് അടിമയായിരിക്കണം. ഈ അന്തം കമ്മി എന്നൊക്കെ പറഞ്ഞ പോലെ അന്തം കോൺഗ്രസ് ആയിരിക്കണം. ഞാൻ ഈ ചോദ്യം 2-3 കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചിരുന്നു. അവർ തന്ന മറുപടി ഇങ്ങനെയാണ്: BJP ഒരു കത്ത് മുഖേന കോൺഗ്രസിനോട് നിങ്ങളുടെ പാനലിൽ നിന്ന് ഒരാളെ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, ഇന്ന ആളെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. അതൊരു പക്ഷേ ഞങ്ങൾ തന്നെ ശശി തരൂരിനെ സജസ്റ്റ് ചെയ്യുമായിരുന്നു. അവർ ശശി തരൂരിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമുണ്ടാവും എന്നാണ് അവർ ചോദിച്ചത്. അല്ല, അതൊക്കെ അവർക്ക് ചോദിക്കാം. നാട്ടുകാർക്ക് ബോധ്യമില്ല അവിടെ പ്രശ്നം. അല്ല, എന്നിട്ട് ഇവർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് എത്ര പേരെ കൊണ്ടുപോയി? ഇത് തന്നെയാണ് അവർ ചെയ്തത്. കോൺഗ്രസിൻ്റെ ആൾക്കാരെ കോൺഗ്രസ് തീരുമാനിക്കും എന്ന് അവർ തീരുമാനിച്ചു. കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റ് ചുരുട്ടിക്കൂട്ടി അവർ കൊട്ടയിലിട്ടു. അതിൽ നിന്ന് ആരെയും കൊണ്ടുപോയില്ല. അവർ തീരുമാനിച്ച ആൾക്കാർ പോവുകയും ചെയ്തു. അപ്പോൾ ആരെയും മോശം? സൽമാൻ ഖുർഷീദിനോട് പോകാൻ പറയാം. സൽമാൻ ഖുർഷീദ് പാർട്ടിയോട് ചോദിച്ചപ്പോൾ പാർട്ടി പോകണ്ടെന്നു. സൽമാൻ ഖുർഷീദ് പോയി. അതിവിടെ ചർച്ചയായില്ല.
നമ്മൾ കേരളത്തിൽ ചർച്ചയില്ല. കേരളത്തിൽ ശശി തരൂരാണ്. തരൂർ മാത്രമേ ചർച്ചയുള്ളൂ. അങ്ങനെയാണ് അവർ ചെയ്തത്. കരിമൊഴിയെ കൊണ്ടുപോട്ടെ എന്ന് DMK കൂടി ചോദിച്ചു. കൊണ്ടുപോയിക്കോളാൻ സ്റ്റാലിൻ പറഞ്ഞു. ഒരു കൊണ്ടുപോയി ഇല്ലേ. OYCയുടെ പിന്നെ ആരോട് ചോദിക്കണം, അദ്ദേഹത്തോട് മാത്രമേ ചോദിച്ചത്. ബ്രിട്ടാസിനെ ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞു. കൊണ്ടുപോയിക്കോളാം ബേബി പറഞ്ഞു. ബേബിക്ക് കൃത്യമായി അറിയാം കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാലും ബ്രിട്ടാസ് അല്ല, ബ്രിട്ടാസ് പോകില്ല എന്നുള്ള വേറെ കാര്യം. ആ സമയത്ത് എങ്ങനെ നിലപാടെടുത്തില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും എന്ന് ബേബിക്ക് അറിയാം. അതുകൊണ്ട് ബേബി പോയിക്കോളാൻ പറഞ്ഞു. ബ്രിട്ടാസ് പോയിട്ട് വന്നു. തിരിച്ചു വന്നപ്പോൾ ബേബി പറഞ്ഞു പാർട്ടിയോട് ചോദിച്ചിട്ടില്ല, അവർ സ്വന്തമായിട്ടാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. അതിന് ആക്ഷേപമൊന്നും പറയാൻ പറ്റില്ല. അത് രാജ്യ താല്പര്യം മുൻനിർത്തിയാണ്. കോൺഗ്രസ് ഒരു പാർട്ടി മാത്രമേ അതിന് ആക്ഷേപം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആര് പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അവരാലോചിച്ചിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ അയക്കാൻ തീരുമാനിച്ചു എന്നായിരിക്കും. അവർ 3-4 പേരുടെ പേര് കൊടുത്തു. ഏതൊക്കെയോ കോഞ്ഞാട്ടകളുടെ പേരാണ് കൊടുത്തത്. ഇവർ കേൾപ്പോലും കേൾവില്ലാത്ത ആൾക്കാരുടെ പേരാണ് കൊടുത്തത്. അത് അങ്ങനെ തന്നെ ചുരുട്ടി കൂട്ടി അവർ കോട്ടയിലിട്ടു. എന്നിട്ട് ഇവർ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുപോയി. അവർ പോയി. ഇവരുടെ ലിസ്റ്റ് കടലാസ് കോട്ടയിൽ കിടന്നു. ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം വേണ്ട. കുറേ പേരെങ്കിലും പ്രതീക്ഷിച്ചത് ശശി തരൂർ ഒരു യാത്ര അവസാനിച്ച് തിരിച്ചു വരുമ്പോൾ ശശി തരൂരിൻ്റെ ഒരു BJP മാസ് എൻട്രി. അങ്ങനൊന്നും ഉണ്ടാവില്ല. ശശി തരൂർ ഒരിക്കലും BJP ചേരില്ല. കാരണം അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ശശി തരൂർ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനം. ഒരു പക്ഷേ BJPക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് തറയുണ്ട്. അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പറയും. കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളി പറയും. രണ്ടായാലും പുള്ളിക്ക് പുല്ലാണ്. ഇതാണ് പ്രശ്നം. ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് പുള്ളിക്ക് അതൊന്നും വിഷയമല്ല. ഒരു പീസറിനാവില്ല. അതൊന്നും കാര്യമില്ല. ഇപ്പോൾ KC വേണുപോലെ എത്ര പോകിയാലും KC വേണുപോലെ തരൂരാണ്. അതാണ് വ്യത്യാസം. പക്ഷെ നിൽക്കുന്ന ഇടത്തിൽ നിൽക്കുന്ന പാർട്ടിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ശശി തരൂരിനോട് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരു പരിഗണന ഉണ്ടാവും. ശശി തരൂരിനോട് ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇതിന് പുറത്ത് പോയാൽ ആ പേടി നഷ്ടപ്പെടും. അതാണ് അൻവറും ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം. ഇതുപോലെ വിഷയം വന്നപ്പോൾ LDFിൽ നിന്ന് ഫൈറ്റ് ചെയ്യണൊക്കെ വരും. അൻവർ അതിനെ തള്ളി പറഞ്ഞ് പുറത്തു പോയെന്ന് മറ്റേ ഭാഗത്ത് ചേരാൻ പറ്റുമോ? അതും പറ്റിയില്ല. അവിടെ ഇല്ല, ഇവിടെ ഇല്ലാണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമില്ല. പുള്ളി കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കും. ഇനി കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ പുള്ളിയെ തള്ളി പുറത്താക്കും. അപ്പോൾ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? അതാണ് രാഷ്ട്രീയം. ശശി തരൂരിന് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നവർ നിരാശപ്പെടും. വാതിൽ തുറന്നിട്ടിരുന്നത് തുറന്ന് തന്നെ കിടക്കുള്ളൂ. അതിൽ കൂടി കാറ്റും മഴയും അടിച്ചു കയറും. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇവർ തള്ളിപ്പുള്ളിയെ പുറത്താക്കണം. അത് പുറത്താക്കാനുള്ള ആംബിയറൊന്നും രാഹുൽ ഗാന്ധിക്കും ഇല്ല, വേണുഗോപാലിനും ഇല്ല. മറ്റേ ഇവർക്ക് ബുദ്ധി ഉപദേശിക്കുന്ന വേറൊരു ചേട്ടനുണ്ട്, സുർജേവാലയ്ക്കും ഇല്ല. അതല്ലേ ശശി തരൂരിനെ പോലെയുള്ളവരൊക്കെ ഒരു അഭിമാനമായി കൊണ്ടു നടക്കേണ്ട കോൺഗ്രസ്. അവർ പറയുന്ന പല കാരണം കൊണ്ട് ശശി തരൂരിന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ, പലരും പറഞ്ഞു കേട്ടിട്ടുള്ള രാഷ്ട്രീയ സംവിധാനം അറിയില്ല. അദ്ദേഹം കൊടി പിടിച്ച് വന്ന പാർട്ടിക്കാരനൊന്നുമല്ല. അദ്ദേഹത്തെ MP ആക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഘടനാ ചുമതലയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു വലിയ കീ പോസ്റ്റിലേക്കോ ഒന്നും കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരാളല്ല എന്നൊരു വാദം, ജനാധിപത്യ രീതിയിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരാളല്ല എന്നൊരു വാദം പലയിടത്തും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും വീട്ടിൽ പോയി അഭ്യർത്ഥിച്ചിട്ടാണോ അവർ അദ്ദേഹത്തെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത്? ആണോ? അല്ല. കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തത്. അദ്ദേഹം മത്സരിച്ച് ജയിച്ചു, വീണ്ടും മത്സരിച്ചു, വീണ്ടും ജയിച്ചു. അടുത്ത പ്രാവശ്യം ടിക്കറ്റ് കൊടുക്കാതിരിക്കാമല്ലോ. നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചോ? അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് തിരുവനന്തപുരത്ത് വോട്ടർമാർ ആവശ്യപ്പെട്ടു? ഇല്ല. അവർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ ആളുകൾ വോട്ട് ചെയ്തു, അദ്ദേഹം ജയിച്ചു. മറ്റുള്ള വിഷമമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം സ്ഥാനാർത്ഥി ആക്കാതിരിക്കാം. സിമ്പിളല്ലേ? കോൺഗ്രസ് പാർട്ടി ആർക്ക് ടിക്കറ്റ് കൊടുക്കണ്ടെന്നുള്ളത് പാർട്ടിയിൽ തീരുമാനിക്കട്ടെ. പാർട്ടി അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കുന്നില്ല, എന്ത് ചെയ്യും? BJP ജയിക്കും. അത് വേറെ കാര്യം. അല്ല, ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് യോഗ്യന്മാരായിട്ട് എത്രയോ കോൺഗ്രസ്സുകാരുണ്ടില്ലേ? എത്രയോ പേരുണ്ട്. VS ശിവകുമാറിനെ വേണമെങ്കിൽ നിർത്താമല്ലോ, അല്ലെങ്കിൽ എത്രയോ ആളുകളുണ്ട്. പക്ഷെ ആരും നിർത്താത്ത എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവുള്ള ആളുകൾ മിക്കവാറും രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല, കോൺഗ്രസിൽ തീരെയില്ല. ഈ VD സതീശൻ ഒരു മുക്കാൽ പിണറായി ആണെന്ന് PV അൻവറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. VD സതീശൻ്റെ ചില പ്രസ്താവനകൾ, ചില പത്രസമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇച്ചിരി ധാർഷ്ട്യം, ഒരു ചെറിയ പിണറായിസം കളിക്കുന്ന ആളാണോ എന്നൊരു തോന്നലുണ്ട്. അതിലൊരു വ്യത്യാസമുള്ളത്, സാധാരണ കോൺഗ്രസ്സുകാരുടെ ഒരു തനി നിലവാരം വെച്ച് നോക്കിയാൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ഗുണവും ദോഷവും, ആരെ കണ്ടാലും അവരെ കൈപിടിച്ച് കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക. ഒരു TN പ്രതാപൻ ഫോർ എക്സാമ്പിൾ, അതുപോലുള്ള ആളുകളാണ്. K ബാബു കല്യാണത്തിന് പോവുക, അടിയന്തരത്തിന് പോവുക, ചാത്തത്തിന് പോവുക, അങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരെ കണ്ട് ശീലിച്ചതുകൊണ്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളെക്കാണ്. ഇപ്പോൾ തരൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ബുദ്ധിയില്ലാത്ത ആൾക്കാർ മാത്രമേ കോൺഗ്രസ് പാർട്ടിയിലുള്ളൂ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. അപ്പോഴാണ് ബുദ്ധിയുള്ള ഒരാൾ വരും. അപ്പോൾ ആളുകൾ അത്ഭുതപ്പെടും, ഇങ്ങനൊരാളോ
എന്ന് പറഞ്ഞ പോലെ വേറൊരു തരത്തിലുള്ള ഒരു അത്ഭുതമാണ് സതീശൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. സതീശന് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇത്തിരി കുറവാണ്, കുറച്ച് റിജിഡാണ്, അല്ലെങ്കിൽ സ്റ്റിഫാണ് എന്ന് പറയാം. പക്ഷെ ഗൗരവക്കാരനായ ഒരു നേതാവാണ്. അങ്ങനത്തെ ഒരാൾ ഈ പാർട്ടിയിലില്ല. കാര്യപ്രാപ്തിയുള്ള ആളാണ്. പിന്നെ നിലപാടുണ്ട്, പറഞ്ഞതാണ്. എന്തോ അർത്ഥം കുറിച്ചേ പറയൂ. അതെ, ഇനി പ്രവർത്തകരെ കെട്ടിപ്പിടിക്കൊന്നുമില്ല, ഉമ്മ വയ്ക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹമായിരുന്നില്ല ഈ കീ പോസ്റ്റിൽ ഇരുന്നതെങ്കിൽ പി വി അൻവർ അവിടെ ഉറപ്പായിട്ടും പി വി അൻവർ പറയുന്ന രീതിയിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുള്ളൂ. പി വി അൻവർ ആയിരിക്കും. പി വി അൻവറിന് അടുത്ത തവണ നല്ലൊരു സീറ്റും കൊടുക്കും. പുള്ളി അത് ഒരു പിടുത്തം പിടിച്ചിട്ട് നിന്നാണ്. ഈ സതീശനിസം ഇന്നത്തെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള പ്രളയസം പോലെ ഒരു വാക്ക് ഇപ്പോൾ കേൾക്കുന്നതാണ് സതീശനിസം. അത് നമുക്ക് പറയാൻ പറ്റില്ല. സതീശനിസം എന്ന് പറയാറായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും പുള്ളിയുടെ ഒരു രീതി പൊതുവെ വിട്ടുവീഴ്ചയില്ലാത്ത ആൾ എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയനെ പോലെ ആയിട്ടില്ല, അതുപോലെ ആവാനും പറ്റില്ല. അതൊക്കെ ഇങ്ങനെ നൂറ്റാണ്ടിൽ ഒരിക്കൽ സംഭവിക്കുന്ന വിസ്മയങ്ങളാണ്. പിണറായി വിജയനെ പോലെ ഇ കെ നായനാർ ഉണ്ടായിരുന്നില്ലല്ലോ. ഇ കെ നായനാർ ഉണ്ടായിരുന്നു, EMS ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ്റെ ഒരു കണ്ടുപിടുത്തക്കാരനായിട്ടാണ് കരുതപ്പെട്ടത്. അച്യുതാനന്ദനൊന്നും ഒന്നും അല്ലാണ്ടായ പിണറായി വന്നപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. മറിച്ച് സതീശനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ എത്തിയിട്ടില്ല. പക്ഷേ സതീശനെ പോലൊരാൾ വേണം എന്നൊരു തോന്നൽ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ പൊതുവെ ആളുകളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അല്ലെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ള സാറൊക്കെ പ്രസിഡന്റുമാരായിരുന്നിട്ട് പെട്ടെന്ന് സുധാകരൻ പ്രസിഡന്റായിട്ട് വന്നപ്പോൾ ആളുകൾ ഇങ്ങനൊരാൾ വേണം, തകർക്കുമെന്ന് വിചാരിച്ചു. അതെ, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും അനാരോഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് പെർഫോം എന്ന് പറഞ്ഞ പോലെ ഒരു തൻ്റെ ഇടമുള്ളൊരാൾ വരണം എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാരുടെ ഉണ്ട്. മാത്രവുമല്ല കെ കരുണാകരന് ശേഷം ശക്തനായ ഒരു ലീഡർ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. കെ ആന്റണി, ഉമ്മൻചാണ്ടി ഒന്നും ഇവരൊക്കെ കഴുത്ത് മുസ്ലിം ലീഗിൻ്റെ കക്ഷത്തിലായിരുന്നു. ലീഗാണ് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ അത് മാറി. ലീഗിന് അതുകൊണ്ട് കുഴപ്പമില്ല, ലീഗ് അസോസിയേറ്റ് ചെയ്ത് പോകുന്നു. അതെ, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. ലീഗിനൊരിക്കലും മറ്റേ തൊഴുത്തി കൊണ്ട് കെട്ടാൻ പറ്റില്ല. അല്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ പോലും ലീഗല്ല, കോൺഗ്രസിലെ കാര്യങ്ങൾ കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കുന്നത് എന്ന ഒരു താൻപോരിമ ഉണ്ടാക്കാൻ സതീശൻ സാധിക്കും. പുള്ളി ഈൽഡില്ല, ഒടിയുള്ളൂ, വളയില്ല. അതാണ് പ്രശ്നം. അതൊരു ഗുണവുമാണ് ദോഷവുമാണ്. അത് ഗുണമാണോ ദോഷമാണോ കൂടുതലെന്നുള്ളത് കണ്ടറിയും. ഓക്കെ, എന്തായാലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ താങ്ക് യു. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കും.